എൽസി രുചി ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 3 റെസിപ്പികളാണ്. ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. നമുക്ക് കാണണ്ടേ? ആദ്യം തന്നെ നമ്മൾ ചട്ടി അടപ്പത്ത് വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ മുട്ട റോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മളുടെ മുട്ട റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളിടാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോള, രണ്ട് വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. സവോള വേഗം വഴണ്ട് വരുന്നതിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണം വന്നു തുടങ്ങി. നമ്മൾക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് ചെറുതാക്കി വയ്ക്കാം. ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിച്ച് ഇടാം. നമ്മൾ ഇതിലേക്ക് 2 തക്കാളി അരച്ച് വെച്ചാണ്. അത് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ തക്കാളിയെല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട 5 മുട്ട ഇതിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്തി കൊടുക്കാം. നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഈ റോസ്റ്റിൻ്റെ കൂടെ ചോറും കൂടി ഞാൻ റെഡിയാക്കി ഇടുന്നുണ്ട്. നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് 2-3 പീസ് കറുകപ്പട്ട, കരയാമ്പൂവ്, ഒരു തക്കോലം, ഏലക്കായ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സബോളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
സവോള ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്, 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സവോള വാടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 3 ബീൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്, ഇത്ര അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചോറിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും മസാലയ്ക്ക് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില. നമുക്ക് ഇതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്, ആ ചോറ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യം പോലെ ചോറ് ഇട്ട് ഇളക്കിയെടുക്കാം. നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടായിട്ട് നമുക്ക് കഴിക്കേ വേണ്ടു. നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ചോറിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കറിയാണ്. നമ്മുടെ സവോള കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്, 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയാണ്. തീ കുറച്ച് വയ്ക്കാം. നമ്മൾക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് വെക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് വെക്കാം. 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരച്ചതാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു ക്യാപ്സിക്കം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചാണ്. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വയ്ക്കാം. നമുക്കിതിൽ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് വേവുന്നതിന് വേണ്ടി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് നേരം വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാപ്സിക്കം കറി റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം കറി റെഡി ആയിട്ടുണ്ട്.
നല്ലൊരു പരുവായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഈ റെസിപ്പിയുടെ ബോണസ് ടിപ്പ് ഇതാ. ഇത് മുട്ട നമ്മൾ ഓയിലിൽ വറക്കുമ്പോൾ അത് അടപ്പ് വെച്ച് വറക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ ചോറ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ജീര റൈസ് മേടിച്ചാൽ വളരെ രുചികരമായിരിക്കും. പിന്നെ തലേ ദിവസത്തെ ചോറുണ്ടായാലും നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.